പിതാവിന്റെ പ്രായം പോലും അറിയുന്ന കർത്താവ്, എന്റെ അഡ്രസ് അറിയുന്നവൻ, അല്ലെ, എന്റെ വീട്ടുപേരറിയുന്നവൻ. ഹലോ, ശ്രദ്ധിക്കണേ, സ്ഥലപ്പേരും അറിയാം, വീട്ടുപേരും അറിയാം, സകലതും അറിയാം. ഇന്ന് മുതൽ അതായത് യേശുവിന്റെ അളവ് പറയാം. അവർ ദൂരത്ത് നിന്ന് വന്നവരാ, അടുത്തു നിന്നവരില്ല. ശ്രദ്ധിക്കേ, എന്നെ കുറിച്ചുള്ള എന്റെ യേശുവിന്റെ അളവ് ചെറുതല്ല. ഒറ്റ ദൂത് ഇങ്ങനെ പറഞ്ഞു നിർത്താം. യേശുവിനോട് കൂടെ പാർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ അറിവ് ചെറുതല്ലെന്ന്, അവൻ നമ്മെ സമൂലമായി അറിയുന്നുണ്ടെന്ന് കാര്യം മനസ്സിലാവുന്നവർ മാത്രം ഒന്ന് കൈകൾ അടിച്ചു യേശു ഉറപ്പിച്ചു പറഞ്ഞു, പട്ടിണിയായി വിടത്തില്ല. ഹലോ, തളർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. കേൾക്ക്, ഉടൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവരുടെ ഇല്ലായ്മ പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് എന്തെന്നല്ലേ, കാട്ടിൽ എന്തെന്നല്ലേ, മരുഭൂമിയിൽ എന്തെന്നല്ലേ, ഈ മലയിൽ എന്ത് കിട്ടുമെന്നല്ലേ, എന്തുണ്ടെന്നല്ലേ. അതേ, മരുഭൂമിയിലൊന്നുമില്ല, കാട്ടിലൊന്നുമില്ല, പക്ഷേ ഈ മലയിലൊന്നുമില്ല. യേശു ഒരു കൊച്ചു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവിടെ ഒരുത്തൻ ഓടി വരികയാണ്. ഇവിടെ ഒരു കൊച്ചു ബാലകനുണ്ട്. അവന്റെ കയ്യിൽ 7 അപ്പവും കുറെ ചെറുമീനുകളുണ്ട്. ഈ 7 അപ്പം യോഹന്നാന്റെ സുവിശേഷം പഠിച്ചു വരുമ്പോ യവത്തപ്പം എന്ന് പറയുന്നുണ്ട്. യവത്തപ്പം എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാരുടെ അപ്പമാണ്, സമ്പന്നന്മാരുടെ അല്ല. പക്ഷേ ഒരുപക്ഷെ ഇതിൽ നിന്ന് മാറ്റിപ്പച്ചതിന് കാരണം എൻ്റെ ദാരിദ്ര്യം, എൻ്റെ ഇല്ലായ്മ ആരും അറിയരുത് എന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ദരിദ്രന്മാരുടെ അപ്പത്തെ സമ്പന്നന്മാരുടെ സമൃദ്ധിയുടെ അപ്പമാക്കി മാറ്റാൻ യേശുവിന് കഴിയും എന്ന് പകലൊരു കാര്യം പറയാം. നിറഞ്ഞ മനസ്സോടെ യേശുവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ദൈവം തന്റെ പ്രവൃത്തിയെ ഒരു നിമിഷം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കഠിനമായ ചൂട് വല്ലാത്ത നിലയിൽ നമ്മുടെ ചുറ്റുമുണ്ട്. അവൻ അല്പസമയം ദിവസം ഏൽപ്പിച്ചു കൊടുത്ത് ദിവസം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച സന്ദേശങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ദിവസം ഏൽപ്പിച്ചു കൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. മലയിൽ നിന്ന് വന്നു എന്നത് അറിഞ്ഞ കർത്താവ് മലയിലേക്ക് വന്നത് കണ്ട്, അവൻ കാട്ടിലേക്ക് വന്നത് കണ്ട്, മരുഭൂമിയിൽ നിന്ന് കണ്ട് സാധ്യതകൾക്ക് സാധ്യതകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് കയറി വന്ന ജനത്തിന്റെ അവസ്ഥ അറിഞ്ഞ് അത്ഭുതം ചെയ്ത ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ദിവസം പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള ഇല്ലായ്മ മനസ്സിലാക്കുന്ന, പട്ടിണി മനസ്സിലാക്കുന്ന, എനിക്ക് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവം ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാവരും ശ്രീദോഷം പ്രാർത്ഥിച്ച് ആത്മാവിനോഷം പ്രാർത്ഥിച്ചട്ടെ. ഹല്ലേലൂയ. Thank you.
മാതാവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അറിയിക്കുന്ന ഒരു ദൈവശബ്ദം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചു. ദൈവാത്മാവ് ഒരു വചനത്തെ എനിക്ക് ബോധ്യപ്പെടുന്നു. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു എന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അവൻ ദൈവം ആഗ്രഹിച്ച ആ ഒരു ശുശ്രൂഷയുടെ ആ തലത്തിലേക്ക് അത്ര കണ്ട് അങ്ങോട്ട് കയറി വരാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പരിശുദ്ധ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആവുന്നിടത്തോളം അധ്വാനിക്കുന്നുണ്ട്, ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇന്നും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ആ ഒരു 100% ദൈവാത്മാവിന്റെ സാറ്റിസ്ഫാക്ഷനിലോട്ട് കയറി വരാൻ കഴിയുന്നില്ല എന്ന് ദൈവാത്മാവ് പറയുകയാണ്. പലപ്പോഴും ദർശനങ്ങളിൽ കൂടെയും വെളിപ്പാടുകളിൽ കൂടെയും ദൈവ ആലോചനകളിൽ കൂടെയൊക്കെ ദൈവാത്മാവ് ഇടപെട്ടപ്പോഴും പലപ്പോഴും അതിനകത്ത് ആശങ്കകളും ചില സംശയങ്ങളും ഒക്കെ ഉളവായിട്ട് പലപ്പോഴും ദൈവം തന്ന ശുശ്രൂഷയെ ആ വിധത്തിൽ അങ്ങോട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ അതിനെ മൂടിക്കളയുന്ന ഒരു വ്യാപാരം ദൈവാത്മാവ് ഇന്ന് പകൽ വെളിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൈവദാസിയോട് അവൻ അറിയിക്കുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഒരു വചനത്തിന്റെ വെളിപ്പാടിൽ കൂടി ആ ദൂതങ്ങ് കൈമാറിത്തരാം. ഒരു കാര്യം, ഒരിക്കൽ ഇസഹാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ദേശത്തുണ്ടായ ക്ഷാമം നിമിത്തം അവൻ ഗരാൻ ദേശത്തിലേക്ക് ഓടിപ്പോയി. എന്നാൽ ഗരാൻ ദേശത്തേക്ക് ഓടിപ്പോയ അവൻ അവിടത്തെ രാജാവിന് അഭയം പ്രാപിക്കുകയും തന്നെയുമല്ല അവിടത്തെ ജനത്തിന്റെ മുൻപിൽ തന്റെ ഭാര്യ തന്റെ സഹോദരിയാണെന്ന് പറയുകയും ചെയ്തു. ഈ കാര്യം ഒരപ്പന്റെ ജീവിതത്തിൽ ആവർത്തിച്ചൊരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ തന്റെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇസഹാക്കിനുണ്ടായതുപോലെ കഠിനമായ ക്ഷാമം ഉണ്ടായി. ആ കഠിനമായ ക്ഷാമം നിമിത്തം അബ്രഹാം ഓടിപ്പോയി, അതുപോലെ തന്നെ ഇസഹാക്കും ഓടിപ്പോയി. എന്നാൽ അബ്രഹാം തന്റെ ഭാര്യയെ സാറായെ തന്റെ ഭാര്യ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇസഹാക്കും തന്റെ ഭാര്യയായ റിബേക്കയെ അതുപോലെ സഹോദരി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വെളിപ്പാടെന്തെന്ന് ചോദിച്ചാൽ പിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില വിഷയങ്ങളെ തനി ആവർത്തനം എന്നതുപോലെ തലമുറകളിലേക്കും കൊണ്ടുവന്നിട്ട് തകർക്കും എന്ന് വെല്ലുവിളിക്കുന്ന ചില വ്യാപാരം. അബ്രഹാമിന്റെ വിഷയത്തെയും ഇസഹാക്കിന്റെ വിഷയം കൊണ്ടുവന്നത് കേവലം ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം. എന്ന് പറഞ്ഞാൽ ചില ആവർത്തനങ്ങൾ, അപ്പന്റെ ചില പരാജയങ്ങൾ, അവർക്കുണ്ടായ ചില പ്രശ്നങ്ങൾ, അവർക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ തന്നെയും തനി ആവർത്തനം പോലെ വീണ്ടും തലമുറകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഒതുക്കും എന്ന് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളും ഇപ്പോൾ പിന്തുടർന്ന് വരുന്ന ഒരു തലം ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടും ആത്മാവിൽ ജാഗരിച്ചും പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയാൽ ആ വിഷയങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് ആദരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. കുറെ കൂടി പ്രാർത്ഥിച്ചും കുറെ കൂടി ആരാധിച്ചും കുറെ കൂടി ആത്മാവിൽ ബലപ്പെട്ട് മുൻപോട്ട് പോവുക. ഈ ദിവസങ്ങൾ ചില പ്രവർത്തികൾ വാത്സല്യ മാതാവെ അങ്ങിൽ കൂടെ ചെയ്തെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പദ്ധതി ഉണ്ട് എന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. പലപ്പോഴും ആത്മീയർ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് തന്നെ അവൻ ഒതുക്കുന്ന ഒതുക്കലുകൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവസ്ഥനെ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങളെ ഗൗരവമായി വിവേചിച്ചറിഞ്ഞ് ദൈവാത്മാവ് യേശുവേ ഞങ്ങളൊക്കെ വാഴ്ത്തുകയാണ്. യേശുവേ ഞങ്ങളൊക്കെ വാഴ്ത്തുകയാണ്.
സഭയിൽ ദൈവദാസനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞുറപ്പിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, അവൻ ഒരു കാലത്ത് സമ്പാദിക്കാൻ വേണ്ടി ഓടി നടന്നൊരു കാലമുണ്ട്. എന്നാൽ ഞാൻ നിന്റെ തിരഞ്ഞെടുത്ത കാലം പത്രോസ് പടരും വലയും വിട്ട് സകലതും വിട്ട് ഞാൻ നിന്നെ പിന്തുടർന്നു. ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പത്രോസ് ചോദിച്ചു. അവൻ തൊഴിൽ, ജീവിതത്തിന്റെ സാഹചര്യം ഒക്കെ വിട്ടിട്ട് ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയ ദൈവദാസൻ പലപ്പോഴും പലരിലും കാണാത്തൊരു വിശ്വസ്തത ദൈവത്തിന്റെ ആത്മാവ് താങ്കളിൽ കാണും. എന്നാൽ ഒരു ഭാഗത്ത് അവൻ ഒരുപാട് ബലഹീനതകളും ഒരുപാട് കുറവുകളും ഒക്കെ മറ്റുള്ളവർ നോക്കുമ്പോൾ അതൊന്നും ഗണ്യമാക്കാം. ദൈവത്തിന് വേണ്ടി ഓടുകയും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നത് നാശം അവൻ ഒതുക്കുമെന്ന് പറയും. സ്നേഹിതരെന്ന് പറയുന്നത് ചില വെല്ലുവിളികൾ. ആകെ ദൈവദാസനെ ഈ ആരാധനയും ഈ ഉപവാസവും ഉണർത്തിയത് കേവലം ഒരു മാനുഷിക ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ആശയമായി കാണും. എന്നാൽ താങ്കൾ മനസ്സിൽ കണ്ട ആ ഒരു അളവിൽ അവൻ ഇതങ്ങോട്ട് കയറിയിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അതിനേക്കാളേറെ ദേശത്തിന്റെ അവൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അവൻ അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ ദൈവം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു വലിയൊരു പ്രയാസം ശോധനയുടെ അഭിഷിക്തൻ കടന്നു. അത് സഭാപരമോ സാമ്പത്തികമോ അവൻ ശാരീരികമാണോ എന്ന് ദൈവാത്മാവ് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ശോധന കടന്നു. എന്നാൽ ആ സമയത്ത് ദൈവദാസൻ വളരെ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് നിലനിന്ന അവൻ താങ്കളെ അവൻ മറ്റൊരു തലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ഈ ദിവസങ്ങൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു വിചാരം വേണ്ട. ലക്ഷിക്കാതെ ഞാൻ നിന്റെ അധരങ്ങൾ തരുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാണ്. ദൈവത്തിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ ഞാൻ നിന്നെ അവൻ വിളിച്ചു വേർതിരിച്ചുവെന്ന് പരിശുദ്ധാത്മാവിൽ പ്രസിദ്ധനായ രൂഫസ് എന്ന് പറയുന്ന ഒരു വാചകം. എന്തുകൊണ്ടാണ് കർത്താവിൽ രൂഫസ് പ്രസിദ്ധനായത്? നിർബന്ധത്താലാണെങ്കിലും അവന്റെ അപ്പൻ ഷീമോ കർത്താവിന്റെ രക്തക്കറപ്പുരണ്ട ആ തലമുറയെ ദൈവം പ്രസിദ്ധനാക്കി. ദൈവദാസനെ ഈ നീ ലജ്ജ കൂടാതെ പ്രസിദ്ധി അവന് വലിയ കയ്യിൽ തന്ന് ദേശത്ത് അനുഗ്രഹിക്കുക. വളരെ ശ്രദ്ധിച്ച് വളരെ ജ്ഞാനത്തോടെ അവൻ പ്രാർത്ഥിച്ചു പോകുക. ദൈവം Rektam jaya le liya. Rektam jaya le liya. നമ്മുടെ മധ്യയിൽ ഇറങ്ങി വന്നതിനെ നടുവിൽ ഒളിഞ്ഞിരുന്ന ചില വർമ്മങ്ങളെ
ഇന്ന് പകൽക്കാലം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ചില ആലോചനകളെ വെളിപ്പെടുത്തിയതിനായി നന്ദി കർത്താവേ. കർത്താവിന്റെ വചനം ഹല്ലേലൂയ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കുന്നത് പോലെ എനിക്ക് വന്നത് നിനക്കും വരാൻ സാധ്യത. അതുകൊണ്ട് നീ ഇങ്ങനെ കിടന്നുറങ്ങാതെ വണ്ണം എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നിന്റെ നടുവിൽ ശത്രു നിന്നെ മയക്കാൻ നിൽക്കുന്ന സകലത്തെയും നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിന്റെ ദൈവത്തിന്റെ കൈക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ഒരു പകൽക്കാലം വചനം മുഖേന ജനത്തിന്റെ മധ്യത്തിൽ സംസാരിപ്പാൻ ചില വെളിപ്പാടുകളെ കൊടുത്തതിനായി ചില ഹൃദയങ്ങളുടെ നടുവിൽ പ്രിയദാസന്റെ നാവിൽ കൂടെ വെളിപ്പെടുത്തുക. നിനക്കൊളിഞ്ഞിരുന്നൊന്നിനെയും ഞങ്ങളുടെ അവകാശമുള്ളതിനെ തൊടാൻ കാരണം അറിയുന്നവരിവൻ നമ്മുടെ കൂടെയുള്ളത് നമുക്ക് വേണ്ടി സകലത്തെയും കണ്ടെത്തുന്നവര് നടുവിലിറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നടുവിലിറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്ന് വന്നതിനായി ഞങ്ങൾ അമ്മന്റെ കരത്തിലേൽപ്പിക്കുന്നു. വിദേശത്തെ അമ്മന്റെ കരത്തിലേൽപ്പിക്കുന്നു. ദേശനിവാസികളെ അപ്പന്റെ കരത്തിലേൽപ്പിക്കുന്നു. യൗവനക്കാർ യുവതികളെ അപ്പന്റെ കരത്തിലേൽപ്പിക്കുന്നു. തലമുറകളെ അപ്പന്റെ കരത്തിലേൽപ്പിക്കുന്നു. കർത്താവ് എല്ലാ ജാതികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരത്തിന്റെ ക്രൂശ് ചുമക്കുന്ന സകല ജാതികളുമായി മാറുവാൻ സുവിശേഷമഹായോഗത്തെ അപ്പന്റെ കരത്തിലേൽപ്പിക്കുന്നു. 8-7 ദിനങ്ങൾ ഞങ്ങളോട് സംസാരിച്ച ദൈവം 8ാമത്തെ രാത്രിയിലും സംസാരിപ്പാൻ കർത്താവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം വരാതെ വണ്ണം ചിലതിനെ പിടിച്ച് ഹല്ലേലൂയ മടിപ്പിച്ച് ഹല്ലേലൂയ പിടിച്ചടച്ചിടുന്ന ചില ബന്ധനങ്ങൾ കർത്താവേ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പകല് അങ്ങയുടെ കരമിറങ്ങിച്ചെന്ന് ചിലതിനെ അഴിച്ചു കൊണ്ടുവരണമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നടുവിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിച്ചെന്ന് ചിലതിനെ വേണ്ടി മാറ്റി ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മുതൽ തുറന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. വലിയ കരം വൈകുന്നേരത്തെ സുവിശേഷ മഹായോഗത്തിന്റെ ആശീർവാദം വരെ വലിയ സാന്നിധ്യം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥന. ശുശ്രൂഷിക ദൈവദാസന്മാരെ പാടുന്ന മക്കളെല്ലാം ദൈവകരങ്ങളിൽ ഒന്നിനൊരു തടസ്സങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും പറയരുത്. കർത്താവേ കാലാവസ്ഥകളെ ശബ്ദം വെളിച്ചമെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
കർത്താവ് എല്ലാം ഒന്ന് നിയന്ത്രിച്ച് അതിന്റെ നടുവിൽ ഒരു നേതൃത്വമായി സ്തോത്രം. അത്ഭുതം ചെയ്യുന്ന വലിയ കൃപയ്ക്കും മഹത്വം കടന്നു വന്നവരെല്ലാം ഒരിക്കൽ കൂടെ അവന്റെ കരത്തിലേക്ക് സ്തോത്രം. കർത്താവ് അടുത്ത ദിനങ്ങളിൽ ഇതിലും ശക്തമായി അടുത്ത് വരുന്ന ദൈവദാസന്മാർ ഇനിയും ശക്തമായി ചില മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാൻ ആലോചനകൾ പ്രവചനങ്ങൾ ഈ വിഷയം മുതലൊക്കെ സംസാരിച്ച് തുടങ്ങണമെന്ന് കർത്താവ് അങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കും സകലത്തിന്റെ കരത്തിൽ താഴ്ത്തുന്നു, പ്രാർത്ഥനകളായി ശ്രദ്ധിക്കുന്നു. യേശുവിൻ ജീവൻ വെച്ച വലിയ നാമത്തിൽ തന്നെ ചേർന്ന കുഞ്ഞാടിന് ജയഗീതം പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.